പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നും കുടുംബവൃക്ഷത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ട് പോലുമില്ലാത്ത അനേക മക്കള് കർത്താവേ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ നിന്നൊക്കെ മരിച്ചു പോയിട്ടുള്ള ഞങ്ങൾക്കറിയാം. എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പം കർത്താവെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. കത്തോലിക്കാ സഭയിൽ നിന്ന് കർത്താവെ ലോകത്തിൽ നിന്ന് മരിച്ചുപോയി ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങയുടെ മഹാകരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. പിതാവേ ഈശോ മിശിഹാ, കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ മരിച്ചു പോയ എല്ലാ ആത്മാക്കളും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് പ്രത്യേകമാവിധത്തില് നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിശാചിന് നിയമപരമായ അവകാശം കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരു പാപം ചെയ്യുമ്പോ പിശാചിന് നമ്മുടെ മേല് നിയമപരമായ അവകാശം. നമ്മുടെ കുടുംബത്തില് ഒരാൾ പാപം ചെയ്യുമ്പോ ആ വ്യക്തിയിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ മേല്, ആ വീടിന്റെ മേല്, ആ മണ്ണിന്റെ മേല്, ആ പാരമ്പര്യത്തിന്റെ മേല്, ആ കുടുംബവൃക്ഷത്തിന്റെ മേല് നിയമപരമായ അവകാശം കിട്ടും. ഇങ്ങനെ നമ്മുടെ കുടുംബത്തില് പിശാചിന് അവകാശം കൊടുത്തിട്ട് പോയവര്, അല്ലെങ്കിൽ അതിലൂടെ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശം. ഉദാഹരണത്തിന് ഒരു മദ്യപാനത്തിന്റെ ദുരാത്മാവിന് ആ കുടുംബവൃക്ഷത്തില് നിയമപരമായ അവകാശം കിട്ടും. ഒരു ആത്മഹത്യ നടന്നു, ആത്മഹത്യയുടെ ദുരാത്മാവിന് ആ കുടുംബത്തില് അവകാശം കിട്ടും. വ്യഭിചാരം, കൊലപാതകം, അല്ലെങ്കിൽ ഗർഭചിത്രം, വിവാഹമോചനം, അല്ലെങ്കിൽ ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, കണ്ണുനീര്, ശാപം, വെറുപ്പ്, വിദ്വേഷം, കലഹം, ഭിന്നത. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബവൃക്ഷത്തില് ദൈവവചനത്തിന്, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോ, പാപം ചെയ്യുമ്പോ, കൽപ്പനകൾ ലംഘിക്കപ്പെടുമ്പോ, പ്രമാണങ്ങൾ ലംഘിക്കുമ്പോ, വചനം ലംഘിക്കുമ്പോ, ദൈവത്തെ നിന്ദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വ്യക്തിയിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ മേല്, പാരമ്പര്യത്തിന്റെ മേല്, തലമുറയുടെ മേല് പിശാചിന്, മരണത്തിന്, പാപശക്തിക്ക് ഒരവകാശം. റോമ 5:14 പറയുന്നുണ്ട്, ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാത്തവരുടെ മേൽ പോലും പാപത്തിന്റെ വേദനമായ മരണം ആധിപത്യം പുലർത്തി. ആദിമാതാപിതാക്കളുടെ പാപത്തിലൂടെ കടന്നു വന്ന പാപശക്തി ഇന്ന് നമ്മയും നമ്മുടെ തലമുറകളെയും ജന്മപാപത്തിലൂടെ സ്വാധീനിക്കുമ്പോ ആ പാപത്തിന്റെ ശക്തിയുണ്ട്. അതിനൊക്കെ നമ്മൾ പരിഹരിച്ചെടുക്കണം.
അതുകൊണ്ട് നമ്മുടെ കുടുംബത്തില് നമ്മുടെ കുടുംബ വീട്ടിൽ മരിച്ചു പോയവരിലൂടെ കടന്നു വന്ന പാപത്തിന്റെ ഉടയവനാകുന്ന പിശാചിന്റെ നിയമപരമായ അവകാശങ്ങൾ, അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചു പോയവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ബലി അർപ്പിക്കണം. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അതിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിലൂടെ പാപം നീക്കപ്പെടണം. പാപം നീക്കപ്പെട്ടാൽ പിന്നെ പിശാചിന് ഒരവകാശമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മരിച്ചുപോയ ഔദ്യോഗിക ഭൂതോച്ചാടകനായ ഗബ്രിയേൽ അമർത്തുചമറുടെ ഒരു നല്ല കുമ്പസാരം 1000 ഭൂതോച്ചാടനത്തെക്കാൾ ശക്തമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കുമ്പസാരത്തിലൂടെ, നല്ല അനുതാപത്തിലൂടെ, നല്ല പാപപരിഹാര ബലിയർപ്പണത്തിലൂടെ നമ്മുടെ കുടുംബപക്ഷത്തിലുള്ള പിശാചിന് അവകാശം കിട്ടിയ എല്ലാ പാപങ്ങളെയും, അത് ചെയ്ത വ്യക്തികളെയും, അതുമായിട്ട് ബന്ധപ്പെട്ട പാപശക്തി, ശാപശക്തി, മരണശക്തി, കടങ്ങളുടെ ബാധ്യത, അതിലൂടെയൊക്കെ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങൾ എല്ലാം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ. നമ്മൾ ഈ ദിവസമുള്ള കാര്യം വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ, ഒത്തിരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൂട്ടായ്മയെ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി എവരിഡേ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില്, ആരാധനയില്, കരുണയുടെ ജപമാലയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ദിവസം ചെയ്യേണ്ട കാര്യം, നമ്മുടെ തിരുരക്തത്തിന്റെ ജപമാല. അച്ഛൻ നേരത്തെ പറയാൻ മറന്നുപോയത്, ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ പൂർവികർക്ക് വേണ്ടി ഈ മേഖലകൾ, ഓരോ ദിവസവും പറയുന്ന മേഖലകളുണ്ടല്ലോ, അവർക്കെല്ലാം വേണ്ടി, ആ മേഖലകൾക്ക് വേണ്ടി ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളുടെ മേലും ലോകം മുഴുവനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. തിരുരക്തത്തിന്റെ ജപമാല എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കുക. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. മാതാവിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പിശാചിന് നമ്മുടെ കുടുംബത്തിന് മേല്, തലമുറയുടെ മേല്, നമ്മുടെ മക്കളുടെ മേല് അവകാശം കിട്ടിയിട്ടുണ്ടാവും. അതിനൊക്കെ ബ്രേക്ക് ചെയ്യണം, അവസാനിപ്പിക്കണം. കർത്താവിന്റെ ബലിയുടെ യോഗ്യത നമുക്കുണ്ട്, കുരിശുപാന ശക്തി നമുക്കുണ്ട്. കൊളോസ്സോസ് 2:14 നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവന് മായ്ച്ചു കഴിയും. കുരിശിൽ തറച്ച് അവയെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയമാക്കിച്ചുകൊണ്ട് അവയെ പരസ്യമായിട്ട് അവഹേളനപാത്രമാക്കി. ആ വലിയ ശക്തി നമുക്കുണ്ട്. അത് സ്വന്തമാക്കി മാതാവിനോട് ചേർന്ന്, പിതാവിനോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ബലിയർപ്പിച്ച് നമ്മുടെ തലമുറയെ വീണ്ടെടുക്കാം. പിശാചിന്റെ അവകാശത്തിൽ നിന്ന്, അവന്റെ പിടിയിൽ നിന്ന്, അവന്റെ ആധിപത്യത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാം. പരസ്യമായിട്ട് അവഹേളന പാത്രമാക്കിയ കർത്താവിന്റെ കുരിശിലെ ബലി സ്വന്തമാക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. നിയോഗം വെച്ചുന്ന ഇതിന് മുഴുവൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ പിശാചിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കട്ടെ. സാധാരണ ലഭിച്ച നിയമപരമായ അവകാശങ്ങൾ യേശുനാമത്തിൽ ബലിയുടെ യോഗ്യതയും അവസാനിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരീശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വലിയ കരുണ ചൊരിഞ്ഞുകൊണ്ട് മരിച്ചുപോയവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളുടെ മേലും അങ്ങയുടെ കരുണ ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ തലമുറയോടും അങ്ങ് കാണിക്കുന്ന വലിയ കൃപയോർത്ത്, കാരുണ്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, പ്രത്യേകമായ വിധത്തിൽ ഇന്ന ദിനത്തില് പാപത്തിലൂടെ, അകൃത്യത്തിലൂടെ, പ്രമാണ ലംഘനത്തിലൂടെ പിശാചിന് ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, തലമുറയുടെ മേല്, വീടിന്റെ മേല്, മണ്ണിന്റെ മേല് അവകാശം കൊടുത്ത എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങളുടെ മേല്, അവസ്ഥകളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല് അവകാശപ്പെട്ടിരിക്കുന്ന, അധികാരപ്പെടുത്തിയിരിക്കുന്ന കർത്താവേ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും പൈശാചിക ശക്തികളെയും യേശുവേ അങ്ങയുടെ കാരുണ്യത്തിന്റെ സമൃദ്ധിയാൽ, കുരിശുപാന ശക്തിയാൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിർവീര്യമായി പോകട്ടെ മദ്യപാനത്തെ ദുരാത്മാവ്, ആത്മഹത്യയുടെ ദുരാത്മാവ്, വ്യഭിചാര ദുർഭൂതം, അനുസരണക്കേടിന്റെ ആത്മാവ്, ശാപത്തിന്റെ ആത്മാവ്, അങ്ങനെ 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 അതെല്ലാം ആത്മാക്കൾക്കാണോ കഴിഞ്ഞ കാലത്തിലൂടെ, ഞങ്ങളുടെ പൂർവികരിലൂടെ, ഞങ്ങളുടെ മരിച്ചുപോയവരിലൂടെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത്, ഇതെല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുമാറി പോകട്ടെ, തലമുറയെ വിട്ടുമാറി പോകട്ടെ.
ഞങ്ങളുടെ വീടിന്റെ മണ്ണിന്, പാരമ്പര്യത്തെ, സാമ്പത്തിക മേഖലകളെ, ജോലി മേഖലകളെ, പഠന മേഖലകളെ, കുടുംബജീവിതത്തെ, എന്റെ പൗരോഹിത്യ ജീവിതത്തെ വിട്ടുമാറിപ്പോകട്ടെ. വലിയ ദാഹത്തോടെ മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം മക്കളെ. എല്ലാ മേഖലകളും കർത്താവ് വളരെയേറെ സ്നേഹത്തോടെ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് കുരിശുമരണത്തിന്റെ യോഗ്യതയാല്, പീഡാസഹനത്തിന്റെ യോഗ്യതയാല്, തിരുരക്തത്തിന്റെ ശക്തിയാല് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് കൃപ നിറച്ച് കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും എത്രയോ വലുതാ മക്കളെ. എല്ലാത്തിനും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് സുധീരാത്മാക്കൾക്കും എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലുമുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് മേൽ ലഭിച്ച പൈശാചിക അവകാശങ്ങൾ, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ അവസാനിപ്പിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങും മക്കളെ. കർത്താവിന്റെ ആശീർവാദ ശക്തി, വലിയ വിടുതലും സ്വാതന്ത്ര്യവും ശക്തിയും സംരക്ഷണവും നൽകി നമ്മുടെ വീടിനെ, നമ്മുടെ തലമുറയെ, നമ്മുടെ എല്ലാ മേഖലകള്, സാമ്പത്തികം, ജോലി, ബിസിനസ്, പഠനം, കുടുംബജീവിതം, പൗരോഹിത്യം, എല്ലാ മേഖലകളുടെ മേലും പ്രത്യേകമായ അനോയിന്റിംഗ് അഭിഷേകം ആശീർവാദത്തിലൂടെ നിറയട്ടെ. വിടുതലും സ്വാതന്ത്ര്യവും നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും ആപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിന് മേൽ, തലമുറയുടെ മേൽ ചൊരിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തില് മറ്റൊരു അരൂപിക്കോ ശക്തിക്കോ ആധിപത്യമോ അധികാരമോ ഉണ്ടാകാത്ത വിധം വലിയ വിടുതലും സ്വാതന്ത്ര്യവും അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിൽ നൽകി